ഹെന്നയിട്ടാൽ മുടി ചെമ്പിക്കാതെ കറുക്കാനുള്ള എളുപ്പവഴി. മുടിക്ക് നര കയറുമ്പോൾ കറുപ്പിക്കാൻ പലരും ഹെന്ന ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഹെന്ന ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മുടി കറുക്കുന്നതിനു പകരം ചെമ്പൻ നിറത്തിലാകും. ഇത് ഒഴിവാക്കാനും മുടിക്ക് നല്ല കറുപ്പ് ലഭിക്കാനും ഹെന്ന ഉപയോഗിക്കേണ്ട ശരിയായ വിധം എങ്ങനെയെന്ന് നോക്കാം. എന്നാൽ ഈ ഹെന്ന തയ്യാറാക്കിയെടുക്കാൻ അധികം ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. ആദ്യം തന്നെ ഹെന്നപ്പൊടി ഒരു പാത്രത്തിലിടണം. ഇതിലേക്ക് കുറച്ച് തൈരും അതുപോലെ കാപ്പിപ്പൊടി ചേർത്ത് തിളപ്പിച്ച കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യണം. ഒരു 2 മണിക്കൂർ ഇത് ഇരുമ്പ് ചട്ടിയിൽ മാറ്റി വെക്കാവുന്നതാണ്. ഇരുമ്പിന്റെ ചട്ടി അല്ലെങ്കിൽ പാത്രം നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ അയൺ ഗുളിക ചേർത്താലും മതി. ഇവ മിക്സ് ചെയ്ത് മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷാംപൂ ഉപയോഗിക്കരുത്. ഷാംപൂ ഉപയോഗിക്കാതെ തന്നെ മുടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതാണ്. സ്റ്റെപ്പ് 2. ഇത്തരത്തിൽ ഹെന്ന ഉപയോഗിച്ച് തല കഴുകിയെടുത്ത് ഉണക്കിയെടുക്കണം. മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം കുറച്ച് നീലയമരിപ്പൊടി എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കണം. ലൂസായി പോകാതെ ശ്രദ്ധിക്കണം. ഇത് മുടിയിൽ മുഴുവനായും തേച്ച് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇത് 2 മണിക്കൂർ കഴിഞ്ഞ് കഴുകിയെടുത്താൽ ഹെന്ന ഉപയോഗിച്ച് ചെമ്പിച്ച നരച്ച മുടിയെല്ലാം തന്നെ കറുകറുപ്പായിരിക്കുന്നത് കാണാം. ഹെന്നപ്പൊടി എടുക്കുമ്പോൾ കെമിക്കൽസ് ഇല്ലാത്തത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കെമിക്കൽസ് അടങ്ങിയ ഹെന്നപ്പൊടി ഇന്ന് വിപണിയിൽ നിരവധി ലഭ്യമാണ്. അതിനാൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്തരം ഹെയർ പാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവ നന്നായി തലയിൽ നിന്നും നീക്കം ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇത് മുടിക്ക് നല്ല കറുപ്പ് നിറം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. ഹെന്നയിട്ടാൽ മുടി ചെമ്പിക്കാതെ കറുക്കാനുള്ള എളുപ്പവഴി. മുടിക്ക് നര കയറുമ്പോൾ കറുപ്പിക്കാൻ പലരും ഹെന്ന ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഹെന്ന ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മുടി കറുക്കുന്നതിനു പകരം ചെമ്പൻ നിറത്തിലാകും. ഇത് ഒഴിവാക്കാനും മുടിക്ക് നല്ല കറുപ്പ് ലഭിക്കാനും ഹെന്ന ഉപയോഗിക്കേണ്ട ശരിയായ വിധം എങ്ങനെയെന്ന് നോക്കാം. എന്നാൽ ഈ ഹെന്ന തയ്യാറാക്കിയെടുക്കാൻ അധികം ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. ആദ്യം തന്നെ ഹെന്നപ്പൊടി ഒരു പാത്രത്തിലിടണം. ഇതിലേക്ക് കുറച്ച് തൈരും അതുപോലെ കാപ്പിപ്പൊടി ചേർത്ത് തിളപ്പിച്ച കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യണം. ഒരു 2 മണിക്കൂർ ഇത് ഇരുമ്പ് ചട്ടിയിൽ മാറ്റി വെക്കാവുന്നതാണ്. ഇരുമ്പിന്റെ ചട്ടി അല്ലെങ്കിൽ പാത്രം നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ അയൺ ഗുളിക ചേർത്താലും മതി. ഇവ മിക്സ് ചെയ്ത് മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷാംപൂ ഉപയോഗിക്കരുത്. ഷാംപൂ ഉപയോഗിക്കാതെ തന്നെ മുടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതാണ്. സ്റ്റെപ്പ് 2. ഇത്തരത്തിൽ ഹെന്ന ഉപയോഗിച്ച് തല കഴുകിയെടുത്ത് ഉണക്കിയെടുക്കണം. മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം കുറച്ച് നീലയമരിപ്പൊടി എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കണം. ലൂസായി പോകാതെ ശ്രദ്ധിക്കണം. ഇത് മുടിയിൽ മുഴുവനായും തേച്ച് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇത് 2 മണിക്കൂർ കഴിഞ്ഞ് കഴുകിയെടുത്താൽ ഹെന്ന ഉപയോഗിച്ച് ചെമ്പിച്ച നരച്ച മുടിയെല്ലാം തന്നെ കറുകറുപ്പായിരിക്കുന്നത് കാണാം. ഹെന്നപ്പൊടി എടുക്കുമ്പോൾ കെമിക്കൽസ് ഇല്ലാത്തത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കെമിക്കൽസ് അടങ്ങിയ ഹെന്നപ്പൊടി ഇന്ന് വിപണിയിൽ നിരവധി ലഭ്യമാണ്. അതിനാൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്തരം ഹെയർ പാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവ നന്നായി തലയിൽ നിന്നും നീക്കം ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇത് മുടിക്ക് നല്ല കറുപ്പ് നിറം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ.